പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി. നമസ്കാരം, എൻ്റെ പേര് ജിസ് ജോയ്. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് webindia123.com-ലൂടെയാണ്. പൂക്കളോ പുലരിയോ പ്രണയചന്ദ്രികയോ ചന്ദനക്കാറ്റോ താരകത്തെല്ലോ ദേവതമ്പുരുവോ ആരിവൾ കേകി സ്നേഹമുഖം ആരിവൾ കേകി പ്രിയമൊഴുകും വീണയിൽ തുളുമ്പുമീ ജീവസംഗീതം മൗനം മാന്യസംഗീതം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്. ഒന്നുമില്ലെന്ന്, ഞാൻ എന്തെങ്കിലും സിനിമ ചെയ്യുമ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു പ്ലോട്ട് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മീശ മാധവൻ, മീശ പിരിച്ചാൽ ഏത് വീട്ടിലാണ് നോക്കി പിരിക്കുന്നത് ആ വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന ആളാണ് മീശ മാധവൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഐഡൻറ്റിറ്റി പ്ലോട്ടിന് നമ്മുടെ പടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്ലോട്ടിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 സുഹൃത്തുക്കളുടെ ഒരു കഥ കിട്ടുകയും ആ കഥയിലേക്ക് സൈക്കിൾ മോഷണം എന്നൊരു സാധനം ഇവർ മോഷണാക്കലാണ്. അപ്പോൾ ആ മോഷണത്തെ സൈക്കിൾ മോഷണമാക്കി മാറ്റി. അത്രയുള്ളൂ. അതൊരു മേമ്പടിക്ക് വേണ്ടി ചെയ്തത്. അതിപ്പോൾ ബൈസിക്കിൾ തീവ്സ് കണ്ടുകൊണ്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചൈനീസ് ഫിലിം കണ്ടുകൊണ്ടൊന്നും അല്ല. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള സിനിമയാണ്. അത് കാണാത്ത മലയാളികളോ ആൾക്കാരോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, അത് ഗോഡ് ഫാദർ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാക്കിയതല്ലല്ലോ. ജസ്റ്റ് ആ ടൈറ്റിൽ എടുക്കുന്നത്രല്ലോ. നമ്മളൊരു എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഫിലിമിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് എടുത്തു. പക്ഷേ അതിപ്പോൾ ആരും പറഞ്ഞിട്ടില്ലാത്ത, മലയാളത്തിൽ ആരും പറഞ്ഞിട്ടില്ലല്ലോ സൈക്കിൾ മോഷ്ടിക്കുന്ന ആൾക്കാരുടെ. പിന്നെ എൻ്റെ സിനിമയിലെ ഈ 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ വയ്യാത്തവരാണ്. അപ്പോൾ സൈക്കിൾ മോഷണം പോയാൽ നമ്മൾ ആരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രണ്ടാമതൊരു പരാതി കൊടുക്കില്ല, ഒരു പരാതി കൊടുക്കാൻ പോകുമായിരിക്കും മാക്സിമം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പാടില്ലാത്ത ഒരു ഗ്യാങ്, കുട്ടികളുടെ ഒരു ഗ്യാങ് ആ സൈക്കിൾ മോഷണം തുടർക്കഥയാക്കി വലുതായപ്പോൾ അവർ വലിയൊരു മോഷണത്തിന് വേണ്ടി സജ്ജമാകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് പടം ബൈസിക്കിൾ തീവ്സ്.